ഐ ഗെസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 24. ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഒരു റിക്കവറി നമുക്ക് അവിടെ കാണാം. ഇനീഷ്യൽ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ബിയറിഷ് വ്യൂ ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ആൻഡ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് നോക്കിയിരുന്നത്. പിന്നീട് ഒരു ഫാസ്റ്റ് ബ്രേക്കൗട്ട് കിടത്തി പിന്നീട് ആ ഒരു ലെവലിൻ്റെ താഴോട്ട് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ADR ഓപ്ഷൻ 3. സോ ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞാനൊരു പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഞാൻ ആ ഒരു ബെയറിഷ് ട്രേഡ് എടുക്കാൻ കോൺഫിഡൻറ്റ് വന്നത്. ഇപ്പം നോക്കുവാണെങ്കിൽ പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയൊരു പുൾ ബാക്ക് സംതിങ് കിട്ടുവാണെങ്കിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ബിയറിഷ് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടി നോക്കി പിന്നീട് ഒരു ട്രാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തത് കണ്ടു. അതിനുശേഷമാണ് ഒരു ഡിസിഷൻ ഞാൻ എടുത്തത്, ഒരു ട്രേഡ് എടുക്കാമെന്നുള്ളത്. ആൻഡ് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹൈലി വൊളാറ്റൈൽ മാർക്കറ്റാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രേഡ് ഇവിടെ എടുക്കാമെന്ന്. റൈറ്റ്, സോ ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ട്രേഡുകൾ മാനേജ് ചെയ്യുന്നത് കാര്യങ്ങൾ. ഒരിക്കലും ഈ ഒരു വീഡിയോ FNO ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഒരു ട്രേഡ് ഞാൻ എടുത്തത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് സെല്ലിംഗ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്നും ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്, ആ ഒരു ബിയറിഷ് മൊമെൻറ്റം. ഓക്കെ, സോ ഞാനിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കി സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടിയിട്ട്. ബട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, അതും സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഈ ഒരു സ്വിംഗ് ഹൈ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് നടത്തി അവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും താഴോട്ട് വന്ന സമയത്താണ് എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് വന്നത്, അതായത് ആ ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതിനുശേഷം ഞാൻ ഈ ഒരു ലെവൽ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ADR വേർഷൻ 3ൻ്റെ താഴോട്ട് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, ആ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് നടത്തി കഴിഞ്ഞിട്ട്. സോ അതൊരു കൺഫർമേഷൻ ആയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തു. അതിനുശേഷമാണ് ട്രേഡ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് മൂവ് ആണ്. ആൻഡ് ഇതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. മാർക്കറ്റ് ഹൈലി വൊളാറ്റൈൽ കൂടിയാണ്. അപ്പം നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ടാർഗറ്റ് ഏകദേശം ഈ ഒരു ഡേ ലോ എങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്യാം. ആൻഡ് മാർക്കറ്റ് എന്താണോ നമ്മളോട് പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള വൊളാറ്റൈൽ മാർക്കറ്റാണ്. ആ ഒരു ക്യാൻഡിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഹൈലി മൂവ്മെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ബട്ട് ഇത് നോർമലാണ്. മന്ത്ലി എക്സ്പയറി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പഴയ ചാർട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലുള്ള മൂവ്മെൻറ്റുകൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ എന്തായാലും ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് അധികം സമയം ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് എന്നോട് പറയുന്നു എൻ്റെ വ്യൂ ഇവിടെ റോങ് ആയിട്ടുണ്ടെന്നുള്ളത്. പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള ഒരു ടിപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. ലോസ് നിയർലി ഒരു 60 പോയിൻ്റ് അടുത്തുണ്ട്. സോ ഞാനൊരു 60 പോയിൻ്റ് ലോസ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ളതാണ്. മാർക്കറ്റ് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. ഓൾസോ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ എക്സിറ്റ് ചെയ്തു. അവിടെ ഇമോഷൻസ് ഒന്നും ഞാൻ അപ്ലൈ ചെയ്തില്ല. അതിന് മുൻപ് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറി. എനിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ആ ഒരു ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇനീഷ്യലി കുറച്ച് മുൻപേ ആ ഒരു ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് എനിക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നേനെ. ബട്ട് അവിടെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു മാർക്കറ്റ് ഹൈലി വൊളാറ്റൈൽ ആയതുകൊണ്ട് തന്നെ. സോ കുറച്ച് ഡിലേ ആയിട്ടാണ് എൻട്രി എടുത്തിരുന്നത്. പ്രീമിയം നോക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ഒരു മെൽറ്റിങ് കാണുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ട്രേഡിൽ അത്ര കംഫർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. സോ എക്സിറ്റ് ചെയ്തു. ആൻഡ് യാതൊരു ഈഗോയുടെ ആവശ്യമില്ല. ലോസ് നമ്മൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ദിവസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലേ. സോ ഇനിയിപ്പോൾ എന്തായാലും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. സിസ്റ്റം ക്ലോസ് ചെയ്ത് പോകുന്നു. ആൻഡ് എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിൽ മാക്സിമം ട്രേഡുകളൊക്കെ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റൈറ്റ്, ഐ മീൻ സെക്കൻഡ് ഹാഫിലേക്ക്. കാരണം പ്രീമിയം ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇതൊരു റേഞ്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കാം ഇന്ന് മാർക്കറ്റ് ട്രേഡ് നടക്കാൻ. ഓക്കെ, സോ എനിവേ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.